സുമേഷിന്റെ അടുത്തോട്ട് ഞാനൊന്ന് പോട്ടെ. ഞാൻ സുമേഷിനെ കുറിച്ച് പറയാമെന്ന് പറഞ്ഞില്ലേ, സുമേഷ് എന്ന് പറയുന്നത് ഈ ഒരു നമ്മൾ വിചാരിക്കും ഈ ഗിറ്റാർ പ്ലെയർ മാത്രമാണ്, അല്ലെങ്കിൽ ഒരു ബിഹൈൻഡ് ദ ഇതായിരിക്കും നിൽക്കുകയാണ്. പക്ഷെ അങ്ങനെയല്ല, ഒരു സംഗീതജ്ഞൻ കൂടിയാണല്ലേ. സംഗീത സംവിധാനം ചെയ്ത ഒരു പാട്ട് ഗംഭീര ഹിറ്റായി ഓടിക്കൊണ്ടിരിക്കുകയാണ്. ആ വിശേഷം കൂടി നമ്മുടെ പ്രിയപ്പെട്ട പ്രേക്ഷകരോട് ഞാനൊന്ന് പറയാം. ഉരുകി ഉരുകി തീർന്നിടാം, അങ്ങനെയല്ലേ വരികൾ. അതൊരു ക്രിസ്തീയ ഭക്തിഗാനമാണ്. ഇതിനകം ഇപ്പോൾ 55 മില്യൺ അത്രയും ആളുകൾ കണ്ടു കഴിഞ്ഞു. ക്രിസ്മസ് കാലത്ത് ടോപ്പ് ചാർട്ടിൽ നിൽക്കുകയാണ്. അതെ അതെ അതെ, എനിക്ക് ഈ ക്രിസ്മസ് സോ സ്പെഷ്യലാണ്. അതുകൊണ്ട് കാരണം എന്താ വെച്ചാൽ ഞാൻ ഈ ഒരു പാട്ടിന്റെ രചനയും സംഗീതവും ഞാൻ തന്നെയാണ്. ഫാദർ റോണി തോപ്പിലാനാണ് ആ പാട്ട് പാടിക്കാൻ മാത്രം വേറെ ആളെ വെച്ചുള്ളൂ. ഞങ്ങൾ ഒരുമിച്ചുണ്ടായിരുന്നു ഒരുമിച്ച് റോണി അച്ഛനും ഞാനും ഒരുമിച്ചൊക്കെ ഉണ്ടായി. റോണി തോപ്പിലാൻ അതെ അതെ, അച്ഛനത് പ്രൊഡ്യൂസ് ചെയ്ത് ഈ പാട്ട് എഴുതി സംഗീതം ചെയ്ത് ഞാനാണ്. എനിക്ക് സത്യം പറഞ്ഞാൽ ഒരു വലിയ ബ്രേക്ക്, മ്യൂസിക് ഡയറക്ടർ എന്നുള്ള രീതിയിൽ ഒരു വലിയ ബ്രേക്ക് തന്നു. നല്ല പാട്ട്, 55 മില്യൺ. ഇപ്പോഴും അത് ആ പള്ളികളിലൊക്കെ പാടുമ്പോൾ നമുക്കൊന്ന് ആ പാട്ടൊന്ന് പാടി കേൾപ്പിച്ചാലോ, സസ്പെൻസ് ഇടാതെ. തീർച്ചയായിട്ടും നമുക്ക് ജിതേഷ് ബാലകൃഷ്ണൻ എന്ന് വിളിക്കാം. ഓക്കെ ജിതേഷ്, പ്ലീസ് കം. അപ്പൊ ജിതേഷ് ഉരുകി ഉരുകി തീർന്നിടാം എന്നുള്ള 55 മില്യൺ അടിച്ച ആ പാട്ടിന്റെ രചയിതാവ് സംഗീത സംവിധായകൻ നമ്മുടെ തൊട്ടടുത്തുണ്ടായിട്ട് നമ്മളത് പ്രേക്ഷകരോട് പറയാതെ പോയാൽ മോശമല്ലേ. അപ്പൊ വെൽ ഡൺ ബ്രോ. അപ്പൊ നമുക്ക് ആ പാട്ടിലേക്കൊന്ന് പോവാം. ഒരു 4 വരി. ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ആത്മനാഥാ നീ എൻ മാനസത്തിൻ വാതിൽ തുറന്നിടുന്നു. സ്നേഹനാദാരത്തിൻ സക്രാരിയിൽ നീ വന്നു വാഴണമേ. ഉരുകി ഉരുകി തീർന്നിടാം ഒരു മെഴുകുതിരി പോൽ ഞാൻ എൻ്റെ ഉള്ളിൽ നീ വരാനായി കാത്തിരിപ്പു ഞാൻ. ഗംഭീരം, നല്ല ഒരു അഭിനന്ദനം നമ്മൾ കൊടുക്കണം അല്ലേ. നമുക്ക് ഒരു പൂത്തിരി, നമുക്ക് 10,000 ഒന്നും മുടക്കണ്ട. നമ്മുടെ അജി പുഷ്കർ സംഘവും ഇവിടെ പൂത്തിരി കത്തിക്കും. വരട്ടെ പൂത്തിരി. അപ്പൊ എല്ലാ അഭിനന്ദനങ്ങളും. ഇനിയും ഒരുപാട് 55 മില്യൺ ഒക്കെ കടന്ന് നമുക്ക് ബില്യൺസിലേക്ക് പോകണം. ഇതറിയാത്ത ആളുകൾ ആരുമില്ല ഈ പാട്ട്. പക്ഷെ ആ പാട്ടിന്റെ യഥാർത്ഥ കർത്താവ് സംഗീത സംവിധായകൻ നമ്മുടെ തൊട്ടടുത്തുണ്ട്. ഒരു ഭാഗ്യം അല്ലേ. സത്യം പറഞ്ഞാൽ ലോകത്ത് എവിടെ പെർഫോം ചെയ്യാൻ പോയാലും ഒരു പള്ളി ബേസ്ഡ് ഒക്കെ പ്രോഗ്രാം ആണെങ്കിൽ ഞാൻ സുമേഷ് കൂട്ടിക്കൽ എന്ന് പറയുന്നതിന് മുമ്പേ ഉരുകി ഉരുകി തീർന്നിടാമെന്നുള്ള പാട്ട് പറയുമ്പോൾ എനിക്ക് കിട്ടുന്ന ഒരു കയ്യടി ഉണ്ടല്ലോ. സത്യം പറഞ്ഞാൽ അതാണ് ഒരു ബ്ലെസ്സിങ് എന്ന് പറയുന്നത്. അതെ. അപ്പൊ ഈ ക്രിസ്മസ് കാലത്ത് കൂടുതൽ ബ്ലെസ്ഡ് ആകട്ടെ സുമേഷ്.